ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചന്ദ്രു, നിനക്ക് ആ പോയവനെ പോലെ ഒരു മകനെ പ്രസവിച്ചുകൂടായിരുന്നോ? എനിക്ക് അച്ഛനോട് ചോദിക്കാൻ പറ്റില്ല. പെൻഷനായപ്പോ കിട്ടിയ പണമെല്ലാം ഞാൻ ബിസിനസ് ചെയ്ത് കളഞ്ഞല്ലോ. അതുകൊണ്ട് പ്രകാശേട്ടനെ ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? എത്രയും പെട്ടെന്ന് അച്ഛനുമായിട്ട് അടുക്കാൻ നോക്ക്. അതിനു പറ്റി ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാവണം, അല്ലെങ്കിൽ അതിനു പറ്റിയൊരു വിശേഷം വരണം. അല്ലാതെ വെളുക്കെ ചിരിച്ചുകൊണ്ട് സ്നേഹം കാണിക്കാൻ ചെന്നാലേ അതെന്തോ കാര്യം സാധിക്കാനാണെന്ന് അച്ഛന് മനസ്സിലാവും. അത് ശരിയാ. തൽക്കാലം നമുക്ക് അതിന് പറ്റിയൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കാം. വരും, വരാതിരിക്കില്ല. എനിക്ക് വീട് പണി നടക്കുന്നിടത്തൊന്ന് പോണം. പോട്ടെ. ശരി. വിനേട്ടാ, വാ കാപ്പി കുടിച്ചിട്ട് പോവാം. നന്നായി വരും. മീനാക്ഷിയോട് സങ്കടപ്പെടരുതെന്ന് പറയണം. ഞാനൊരു ദിവസം മീനാക്ഷിയെ കാണാൻ വരുന്നുണ്ട്. എന്ത് ആവശ്യമുണ്ടെങ്കിലും അറിയിക്കണം വിനുവേട്ട. വിനുവേട്ടൻ ഒറ്റയ്ക്കല്ല, സഹോദരങ്ങളായി ഞങ്ങളൊക്കെ ഇവിടെയുണ്ട്. മോനെ, ഇതേ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണ. പറഞ്ഞത് കേട്ടില്ലേ ചന്ദ്രു? അമ്മയുണ്ടാക്കി ആഹാരം കഴിക്കാൻ പറ്റാതെ സങ്കടപ്പെട്ടു പോകുകയായിരുന്നു ഇവനെന്ന്. ചന്ദ്രു, നിനക്ക് ആ പോയവനെ പോലെ ഒരു മകനെ പ്രസവിച്ചുകൂടായിരുന്നോ?
ദേവി, ദേവി കാത്തോളണേ. വ്യാഴാഴ്ച അച്ഛന്റെ പിറന്നാളാ. ഒരു കുറവും വരാതെ നല്ലപോലെ ആഘോഷിക്കണമെന്നാ എന്റെയും ജഗന്റെ ആഗ്രഹം. മോളെ, ആഘോഷങ്ങൾ എല്ലാവരും ഒന്നിക്കാനും സന്തോഷിക്കാനും ഉള്ള അവസരങ്ങളാ. പക്ഷേ മക്കളെല്ലാം പല വഴിക്ക് പിരിഞ്ഞ് പരസ്പരം കടിച്ചു കീറാൻ നിൽക്കുമ്പോ അച്ഛൻ പിറന്നാൾ ആഘോഷിക്കാൻ തയ്യാറാവൂന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അച്ഛൻ പറയുന്നത് സത്യാണമ്മേ. വിനുവേട്ടന് ഇവരെ അടിച്ചിറക്കിയില്ലേ, നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഇല്ലാത്തൊരു മോഷണക്കഥയും പറഞ്ഞുണ്ടാക്കി മീനാക്ഷി ഇറക്കി വിട്ടപ്പോ ആ മനസ്സ് എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും അമ്മേ. നമുക്ക് മീനാക്ഷി പോയെന്ന് കാണണം. എനിക്കും കാണണം പിന്നുവിനെ മീനാക്ഷി. പ്രകാശം ചെയ്ത നെറുകേടിന് എനിക്ക് ആ കുഞ്ഞുങ്ങളോട് മാപ്പ് ചോദിക്കണം. എല്ലാം സമയദോഷം കൊണ്ടായിരിക്കും. അമ്പലത്തിൽ വെച്ച് ജോത്സനെ കണ്ടപ്പോ സമയദോഷം നന്നായിട്ടുണ്ടെന്നാ പറഞ്ഞത്. അച്ഛന്റെ നാളിന് പ്രത്യേക പൂജ നടത്താനും പറഞ്ഞു. കുടുംബക്ഷേത്രത്തിലൊന്ന് പോകാൻ വിളിച്ചിട്ട് പോലും അച്ഛൻ താല്പര്യം കാണിച്ചിട്ടില്ല. ആ മനസ്സ് ആകെ തകർന്നു നിൽക്കാം മോളെ. അച്ഛന്റെ പിറന്നാളിന് അച്ഛനെയും കൂട്ടി കുടുംബക്ഷേത്രത്തിൽ പോവാം. എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതിന് പരിഹാരവും ചെയ്യണം. പിറന്നാളിന്റെ കാര്യം ഞാൻ അച്ഛനോട് സംസാരിക്കട്ടെ? അത് വേണോ മോളെ? വേണം. അമ്മ വാ. ദേവി, ഇപ്പോ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കണം രണ്ടും. വിനുവേട്ടാ, ഈ ബാഗ് എടുത്ത് മുറിക്കകത്ത് കൊണ്ടുപോയിക്ക്. ഇവിടെ ഞാൻ തീരുമാനിക്കും എന്ത് വേണമെന്ന്. പ്രകാശ, ഓ മാനത്തെ കൊട്ടാ